ഹലോ ഡിയേഴ്സ്, ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 2 മാത്തമാറ്റിക്സ് ആണ്. ഇതിൽ പാർട്ട് 1 കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വെക്കേഷൻ. ഓക്കെ, വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവധിക്കാലം അല്ലേ. അപ്പോൾ അവധിക്കാലത്തുള്ളതാണ് അല്ലേ. ഫെസ്റ്റിവൽ ടൈം അറ്റ് മഞ്ചാടിക്കര. മഞ്ചാടിക്കരയിൽ ഫെസ്റ്റിവൽ ടൈമാണ് അല്ലേ, ഉത്സവമാണ്. അഭിനന്ദ് ആൻഡ് നന്ദന കെയിം ഫ്രം ടൗൺ വിത്ത് ദയർ പാരൻസ്. അഭിനന്ദ് നന്ദന എന്താണ്, ടൗണിലാണ് അവരുടെ വീട്. അപ്പൊ അവരുടെ പാരന്റ്സിനെ കൊടുത്തിട്ട് ടൗണിൽ നിന്ന് വന്നതാണ്. ചാറ്റഡ് വിത്ത് ഗ്രാൻഡ്മയായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അല്ലെ. ഉണ്ണി ഷോട്ട് ദം റൗണ്ട്. ഉണ്ണി എന്താക്കി അവരെ ചുറ്റുവട്ടം ഒന്ന് കാണിക്കാൻ പുറത്തേക്ക് ഇറങ്ങി അല്ലെ. സൈറ്റ് സീയിങ് എന്താണ്, കാഴ്ചകൾ കാണാം നമുക്ക് അല്ലെ. അഭിനന്ദ് നന്ദന ആൻഡ് ഉണ്ണി ഗ്യാതേർഡ് ഗൂസ്ബെറീസ്. അഭിനന്ദ് നന്ദനയും ഉണ്ണി എന്താക്കി ഒരുമിച്ച് ഗൂസ്ബെറീസ് നെല്ലിക്ക പെറുക്കുകയാണ് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് ദം ഇൻ ടെൻസ്. ക്യാൻ യു സേ ഹൗ മച്ച് ഐ ഗോട്ട്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് എത്ര കിട്ടി നമ്മൾ ചോദിക്കുകയാണ് അല്ലെ, നന്ദന ചോദിക്കുക. അപ്പോൾ എന്താണ്, ഉണ്ണി പറയാണ് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് ദം ഇൻ ടെൻസ്, 10ന്റെ കൂട്ടങ്ങളാക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഐ ഗോട്ട് 23 എന്ന് പറഞ്ഞ് ആര്, അഭിനന്ദ് അല്ലെ. സി ദ ബെറീസ് ഇൻ ഗ്രൂപ്പ്സ്, റൈറ്റ് നമ്പർ. എന്താണ്, ഈ ബെറീസ് ഗ്രൂപ്പ് ആക്കി വെച്ചാണ് അല്ലെ. അതിന്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിക്ക് എത്ര കിട്ടി, അഭിനന്ദിന് എത്ര കിട്ടി, നന്ദനക്ക് എത്ര കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 10ന്റെ കൂട്ടങ്ങളാക്കിയതാണ് ആദ്യത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് എണ്ണി നോക്കുക. രണ്ടാമത്തെ പ്ലേറ്റിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലെ. അപ്പൊ എത്രയാണ്? 8 എണ്ണാണ് എന്ത് ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഉണ്ണിക്ക് എത്രയാണ്? 8 18 അല്ലെ. 10 8 18 അല്ലെ. അപ്പോൾ ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 18 അല്ലെ. ഇനി അഭിനന്ദിന് ഇവിടെ 10 20 അല്ലെ. ഇതും 10 ഇതും 10 അല്ലെ. അപ്പൊ 20 പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 21 22 23 അല്ലെ. അപ്പൊ ഇവിടെ അഭിനന്ദിന് കിട്ടിയിരിക്കുന്നത് 23 അല്ലെ. ഓക്കെ, ദെൻ നന്ദനക്ക് കിട്ടിയിരിക്കുന്ന ഇത് 10 20 30 അല്ലെ. 30 അപ്പൊ 10 20 30 അല്ലെ. 13 പ്ലസ് പിന്നെ 1 2 3 4 5 അല്ലെ. അപ്പൊ 30 പ്ലസ് 5 എത്രയാ? 35 അല്ലെ. 31 32 33 34 35. ഓക്കെ, അപ്പൊ ഇത് 35. ഓക്കെ, 35. അപ്പം ഇവർക്ക് ഉണ്ണിക്ക് എന്താണ്, അഭിനന്ദിനും നന്ദനക്കും കിട്ടിയതാണ്. ഇതിൽ കൂടുതൽ ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഇതിനാർക്കാ കൂടുതൽ കിട്ടിയത്? ഇതിലേതാ വലിയ നമ്പർ എന്ന് പറഞ്ഞേ? 18 ആണ്, 23 ആണ്, 35 ആണ്? 35 ആണ് അല്ലെ വലിയ നമ്പർ. അപ്പൊ കൂടുതൽ കിട്ടിയിരിക്കുന്ന ആർക്കാ? നന്ദനക്കാണ് അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഉണ്ണിക്കാണ് അല്ലെ. അപ്പൊ 18 ആണ് ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ അല്ലെ. അപ്പൊ ഉണ്ണിക്കാണ് എന്ത് സ്മോളസ്റ്റ് നമ്പർ കിട്ടിയിരിക്കുന്നത്? 18 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് താഴെയുള്ളത് നോക്കാം. നമുക്ക് ഹു ഗോട്ട് ദ മോസ്റ്റ്, ആർക്കാ കൂടുതൽ കിട്ടിയിരിക്കുന്നത്? ആർക്കാ കിട്ടിയത്? അവിടെ നമുക്ക് നന്ദനക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്താക്കുക, നന്ദന എന്ന് എഴുതാം. ഓക്കെ, നന്ദന. ഓക്കെ, ദെൻ കുറച്ച് കിട്ടിയിരിക്കുന്ന ആർക്കാ? ഉണ്ണിക്കാണ് അല്ലെ കിട്ടിയിരിക്കുന്നത് കുറച്ച്. അപ്പൊ ഉണ്ണിന്ന് എഴുതുക. കുറവ് കിട്ടിയത് ഉണ്ണിക്കാണ് അല്ലെ. അപ്പൊ അവിടെ ഉണ്ണിന്ന് എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ്, അതർ ഫ്രണ്ട്സ് ജോയിൻ ദം. അപ്പൊ വേറെ കുട്ടികൾ ഒരിടത്തേക്ക് എത്തി അല്ലെ. വിൽ യു ഗീവ് സം അസ്, എന്താണ്, വിൽ യു ഗീവ് അസ് സം, ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു അല്ലെ. ഐ വിൽ ഗീവ് യു 4 നമിത, ഞാൻ നിങ്ങൾക്ക് 4 തരാന്ന് പറഞ്ഞു അല്ലെ. ഉണ്ണി പറഞ്ഞു ഞാൻ നിനക്ക് 4 തരാം. 6 ഫ്രം മീ, ഞാൻ നിനക്ക് 6 തരാന്ന് നന്ദനയും പറഞ്ഞു അല്ലെ. ആൻഡ് മീ 5 പറഞ്ഞു എന്താണ്, ഞാൻ 5 തരാറിഞ്ഞു അല്ലെ. അങ്ങനെ ഹൗ മെനി ബെറീസ് ഡിഡ് നമിത ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ നമിതക്ക് എത്ര കിട്ടി നോക്കിയേ? 4 ഉണ്ണിയും 6 നന്ദനയും 5 അഭിനന്ദും കൊടുത്തു അല്ലെ. അപ്പൊ 4 + 6 + 5 അല്ലെ. അപ്പൊ ഈ ആദ്യം ഈ 4 6 കൂട്ടി വെക്കുക. 4 6 ഇതിൽ വലിയ നമ്പർ ഏതാ? 6 ആണ് അല്ലെ. ആ വലിയ നമ്പർ മനസ്സിൽ പിടിച്ചിട്ട് 4 കൈമ പിടിക്കുക. എണ്ണ 4 6 കഴിഞ്ഞിട്ട് വലിയ നമ്പർ കഴിഞ്ഞിട്ട് എണ്ണ. 6 കഴിഞ്ഞിട്ട് 7 8 9 10 കണ്ടോ, 10 അല്ലെ. ഇനി നോക്ക് ഈ 5 അല്ലെ. 10 + 5 ആണ് ഇവിടെ വേണ്ടത് അല്ലെ. ഈ 5 നമ്മൾ എണ്ണിയില്ലല്ലോ. അപ്പൊ 5 ഇവിടെ തന്നെ എഴുതി അല്ലെ. ഇനി 10 + 5 എത്രയാണ്? 15 അല്ലെ. അപ്പൊ എത്രയാണ്? 10 + 5 15. ഓക്കെ, അപ്പൊ ഇവിടെ 15 എഴുതുക. ഓക്കെ, ദെൻ ദിസ് ഈസ് വാട്ട് ഈച്ച് ഗേവ് നുസ്രത്ത്. ഇതാണ് എന്ത് നുസ്രത്തിന് ഓരോരുത്തരും കൊടുത്തിരിക്കുന്നത്. അഭിനന്ദ് 3 കൊടുത്തു, ഉണ്ണി 5 കൊടുത്തു, നന്ദന 6 കൊടുത്തു അല്ലെ. ഹൗ മെനി ഡിഡ് നുസ്രത്ത് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ നുസ്രത്തിന് എത്ര കിട്ടിയിരിക്കുന്നത്? അപ്പൊ 3 പ്ലസ് എങ്ങനെ എഴുതാം നമുക്ക്? 3 + 5 + 6 അല്ലെ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ആദ്യം കൂട്ടുക. 3 + 5. 5 ആണ് വലിയ നമ്പർ അല്ലെ. 5 മനസ്സിൽ പിടിക്കുക, 3 കൈമ പിടിക്കുക. ഈ 5 മുതൽ 5 കഴിഞ്ഞിട്ട് 6 7 8 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 8 കിട്ടും. ഓക്കെ, ഇവിടെ 8 എന്ന് എഴുതുക. ഓക്കെ, പിന്നെ ഈ 6 നമ്മൾ എടുത്തില്ലല്ലോ. അപ്പൊ ആ 6 അവിടെ തന്നെ എഴുതുക. ഓക്കെ,
ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 8+6 ചെയ്ത് നോക്കുക. ഓക്കെ, 8+6 എത്രയാണ്? 8 വലിയ നമ്പർ അല്ലെ, 8 മനസ്സിൽ പിടിക്കുക, 6 കൈമിൽ പിടിക്കുക. അപ്പൊ 8 മുതൽ എണ്ണുക. 8, 9, 10, 11, 12, 13, 14 അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 14 എഴുതുക. ഓക്കെ, അപ്പൊ 8+6 14 അല്ലേ? ഓക്കെ, then how many more does Nusrat need to become equal as Namida? നുസ്രത്തിന് ഈ നമിതന്റെ എത്ര എണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി എത്ര എണ്ണം കൂട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നുസ്രത്തിന് 14 പിന്നെ നമിതക്ക് 15 അല്ലേ, 14ഉം 15ഉം ആണല്ലേ. അപ്പൊ 14നോട് എന്ത് കൂട്ടിയാലാണ് 15 കിട്ടുക? 1 അല്ലേ. അപ്പൊ അവിടെ എന്താ 1 കൂട്ടിയാലാണ് എന്ത്? നമിതയും നുസ്രത്തിന്റെയും ഒരുപോലെ ആവുക അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്തത് നോക്കാം നമുക്ക്. ഫൈൻഡ് ഇറ്റ്, ഇത് കണ്ടുപിടിക്കാനാണ്. ലെറ്റ്സ് ആഡ് 3 നമ്പേഴ്സ് അക്രോസ്. അക്രോസ് ഏതാ? 8. ഈ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞ. 8+1+6 എത്രയാണുള്ളത്? 8+1+6 എത്രയാണ്? 8+1 9 അല്ലേ. 9+6 എത്രയാ? 6 കഴിയുമ്പോൾ പിടിച്ചിട്ട് തന്നെയാ വേഗം. 9 കഴിഞ്ഞിട്ടുണ്ട്. 9, 10, 11, 12, 13, 14, 15 അല്ലേ. അപ്പൊ അത് 15. ഓക്കെ, ദെൻ ആൻഡ് 3 നമ്പേഴ്സ് ഡൗൺ. എന്താണ് പിന്നെ ഡൗണിലേക്ക് കൊണ്ട് 6+7+2 അല്ലേ. ഇപ്പൊ 6+7 എത്രയാണ്? 13 അല്ലേ. 13+2 15 അല്ലേ. അപ്പൊ 15 ആണ് അവിടെ വരിക കേട്ടോ. ദെൻ ആൻഡ് ആഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഇതുപോലെ മറ്റേ നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. വാട്ട് ഡു യു സി? അപ്പൊ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയാ? നോക്കൂ, 3+5+7 എത്രയാ? 15 തന്നെ. 4+9+2 എത്രയാ? 15 തന്നെ. 8+3+4 എത്രയാ? 15. 1+5+9 എത്രയാ? 15. നിങ്ങൾ എന്താണ് കൂട്ടി നോക്കുക കേട്ടോ. 6+7+2 എത്രയാ? 15. അപ്പോൾ ഓൾ നമ്പേഴ്സ് ആഡിങ് വി ഗെറ്റ് 15. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ. ഡ്രാമ തിയേറ്റർ. ഓക്കെ, ഡ്രാമ തിയേറ്റർ ആണ് കേട്ടോ. 25th year ഓഫ് സ്മൈലി ക്ലബ്ബ്. സ്മൈലി ക്ലബിന്റെ 25ാം വാർഷികമാണ് അല്ലെ. ഫ്രണ്ട്സ് വെന്റ് ടു വാച്ച് എ ഡ്രാമ. ഉണ്ണി സീറ്റ് നമ്പർ ഇസ് 36. ഉണ്ണീന്റെ സീറ്റ് നമ്പർ 36. എല്ലാവരും ഡ്രാമ കാണാൻ പോയി അല്ലെ. അപ്പൊ ഉണ്ണീന്റെ സീറ്റ് നമ്പർ 36 ആണ്. അഭിനന്ദ് ഓൺ ഹിസ് ലെഫ്റ്റ് ആൻഡ് നന്ദന ഓൺ ദ റൈറ്റ്. അഭിനന്ദ് എന്താക്കി? അവന്റെ ലെഫ്റ്റിലും ഇരുന്നു, നന്ദന റൈറ്റിലും ഇരുന്നു. ഫൈൻഡ് ദെയർ അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ എത്രയാണെന്ന് വെച്ചു. അവരുടെ നന്ദനന്റെയും അഭിനന്ദിന്റെയും നമ്പർ എത്രയാണ്? അപ്പൊ ഉണ്ണി നടുക്കാണ് അല്ലെ. അപ്പൊ 36ന് മുന്നുള്ള നമ്പർ ഏതാ? 35 അല്ലെ. അവരപ്പോ 36 കഴിഞ്ഞോ 37 അല്ലെ. അപ്പൊ അഭിനന്ദിന്റെയും നന്ദനന്റെയും നമ്പർ എത്രയാണ്? 35ഉം 37ഉം ആയിരിക്കും കേട്ടോ. ഓക്കെ, ഫൈൻഡ് ദെയർ സീറ്റ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്. ഇനി ഓരോരുത്തരുടെ സീറ്റും കണ്ടുപിടിച്ച് എന്താണ് അതിനെ നമ്പർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കൂ, നുസ്രത്തിന് 45 ആണ് അല്ലെ. അപ്പൊ നുസ്രത്തിന്റെ എവിടെ ആയിരിക്കും? 45. 40 കഴിഞ്ഞിട്ടില്ലേ. 41, 42, 43, 44, 45 അല്ലെ. ഇവിടെയാണ് എന്ത്? നുസ്രത്തിന്റെ വരിക അല്ലെ. അപ്പൊ നമുക്കൊന്ന് എഴുതാം. ഇവിടെയാണ് എന്ത്? 41, 42, 43, 44, 45. ഓക്കെ, ഇവിടെ നമുക്ക് എന്താക്കാം? 45 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 45. ഇനിയാ നുസ്രത്തിന് 45. ഡേവിഡിന്റെ 23 ആണ് അല്ലെ. അപ്പൊ 20 കഴിഞ്ഞിട്ട് 21, 22, 23. ഇവിടെയാണ് ഡേവിഡിന്റെ വരിക അല്ലെ. അപ്പൊ 23 ഇവിടെ വന്നു അല്ലെ. ഓക്കെ, ദെൻ അടുത്തത് സഞ്ജുവിന്റെ 5 ആണ്. അപ്പൊ 5 1 2 3 4 5 ഇവിടെ അല്ല വരിക 5. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 5 എന്ന് എഴുതുക. ഇവിടെ 1 2 3 4 5 അല്ലേ. ഇവിടെ 5 എന്ന് എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് ഇനി ആരുതാണ്? ദേവികന്റെ 28. 20 കഴിഞ്ഞിട്ട് 21, 22, 23, 24, 25, 26, 27, 28 അല്ലേ. ദേവികന്റെ സീറ്റ് ഇവിടെയാണ് അല്ലേ. 28. ഓക്കെ, ഇവിടെ 28. ഇനി ബബിതന്റെ എത്രയാണ്? 49 ആണ് അല്ലേ. 49 എവിടെയാ? 41, 42, 43, 44, 45, 46, 47, 48, 49. ഇവിടെയാണ് എന്ത്? ബബിതന്റെ വരുന്നത് അല്ലേ. 49 വരുന്നത് ഇവിടെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തെന്താ നമുക്ക് നോക്കാം. ഇനി ഉണ്ണീസ് ഫ്രണ്ട്സ് ഓൾസോ ആർ ദർ ടു സീ ഡ്രാമ അല്ലെ. അവരുടെ ഫ്രണ്ട്സ്, ഉണ്ണീന്റെ ഫ്രണ്ട്സും ഉണ്ട് അല്ലെ. ഫൈൻഡ് ദെയർ സീറ്റ് ആൻഡ് ഓൾസോ മാർക്ക് നമ്പർ. അവരുടെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഇനി എന്താ അവിടെ? ഫൈൻഡ് ആൻഡ് റൈറ്റ് ആണ് അല്ലെ, കണ്ടുപിടിക്കാൻ അറിയാം. വാട്ട്സ് എ നമ്പർ ബിറ്റ്വീൻ 18 and 20? 18ന്റെയും 20ന്റെയും ഇടയിലുള്ള നമ്പർ ഏതാണ്? സിമ്പിൾ അല്ലേ. 18 കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ 18, 19, 20. അപ്പൊ എന്താണ്? 19 അല്ലേ.
അപ്പോൾ എന്താ നമ്മൾ ആൻസറോടെ ഇത് 19 അല്ലേ. 18-ൻ്റെയും 20-ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്താ? അപ്പോൾ എഴുതി വെക്കുക 18, 19, 20 എന്ന് എഴുതുക. എങ്ങനെ മനസ്സിലായോ? 80 പിന്നെ 19, 20 ഇങ്ങനെയല്ലേ. അപ്പോൾ 18-ൻ്റെയും 20-ൻ്റെയും ഇടയിലുള്ള നമ്പർ ഏതാ? 19. 19 ആണ് കേട്ടോ അവിടെ എഴുതിയത്. ഓക്കെ, ദെൻ അടുത്ത നോക്കൂ. അവിടെ ആഡ് 10 അഗെയിൻ. എന്താണ് ആഡ് 10 അഗെയിൻ? 10 ഇങ്ങനെ കൂട്ടി പോവുക. അഗെയിൻ ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പൊ 19നോട് ആഡ് ചെയ്ത് 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 19 അല്ലേ. 10 കഴിയുമ്പോൾ പിടിച്ചേ അവിടെ എണ്ണി നോക്ക്. 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 അല്ലേ. അപ്പൊ 29 ആയിരിക്കും കേട്ടോ അവിടെ കിട്ടുക. ഇനി 29നോട് 10 ആഡ് ചെയ്താലോ? 39. അങ്ങനെ ആഡ് ചെയ്ത് നോക്കൂ, കിട്ടുന്നില്ലേ 39? ഇനി 39നോട് 10 ആഡ് ചെയ്താലോ? 39 മനസ്സ് പിടിച്ചിട്ട് 10 കൈമ പിടിക്കുക. എന്നിട്ട് എണ്ണി നോക്ക്. 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49 അല്ലേ. അതായത് 49 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത 49നോട് 10 ആഡ് ചെയ്താൽ എത്രയാ? 59. ഓക്കെ, ദെൻ 59നോട് 10 ആഡ് ചെയ്താൽ എത്രയാ? 69. ഓക്കെ, 69. ദെൻ 69നോട് 10 ആഡ് ചെയ്താൽ എത്രയാ? 79. ഓക്കെ, 79നോട് 10 ആഡ് ചെയ്താൽ എത്രയാ? 89. ഓക്കെ, സോറി 89. ഓക്കെ, ദെൻ 89നോട് 10 ആഡ് ചെയ്താൽ എത്രയാ? 99. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണല്ലേ. അപ്പോൾ 19നോട് 10 ആഡ് ചെയ്താൽ 29, 29നോട് 10 ആഡ് ചെയ്താൽ 39, 39നോട് 10 ആഡ് ചെയ്താൽ 49, 49നോട് 10 ആഡ് ചെയ്താൽ 59, 59നോട് 10 ആഡ് ചെയ്താൽ 69, 69നോട് 10 ആഡ് ചെയ്താൽ 79, 79നോട് 10 ആഡ് ചെയ്താൽ 89, 89നോട് 10 ആഡ് ചെയ്താൽ 99. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ് അല്ലേ, നമുക്ക് അറിയുന്ന സംഭവങ്ങളല്ലേ അത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കുട്ടികൾ. അപ്പോൾ നന്നായിട്ട് നമുക്ക് എന്താക്കുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.